ഐ നോ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് കാര്യങ്ങൾ ഇട്ടിട്ട്. വെളുത്താ നീ എവിടെയായിരുന്നു കണ്ണാ? എവിടെയൊക്കെ അന്വേഷിച്ചു? അപ്പോ എന്റെ ഫീൽഡിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് മൈ വേ ബൈ കല്യാണി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു അവനപ്പോ അവിടുന്ന് കളി തുടങ്ങിയിരുന്നു. ഇവനെ വെച്ച് നമ്മൾ തുടങ്ങി വെച്ച കളി അറിയാതെയാണെങ്കിലും ഇവനെ വെച്ച് തന്നെ അവൻ ഇവിടെ വരെ എത്തിച്ചു. മെയിൻ ആയിട്ട് ഇവരുടെ ഒക്കെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല, അതിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ സ്കിന്നിൽ വന്നിട്ട് 7 മാസമായിട്ട് ആളിത് പറഞ്ഞില്ല. ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേര് എന്ത് വില കൊടുത്ത് നിലനിർത്തിയേ പറ്റൂ. ചികിത്സിക്കുകയാണ് എന്ന് പറഞ്ഞില്ല, ആൾക്കാരെ പറ്റിക്കുന്നു, ആനയാണ്, ചേനയാണ്, ചെരങ്ങയാണെന്നൊക്കെയാണ് നിങ്ങളുടെ വിഷയം. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തായി? മൂപ്പന എന്നെ അതുപോലെ തന്നെ ഇവര് പൈസക്ക് വേണ്ടി ആരെ വേണമെങ്കിലും പറ്റിക്കും, പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്തിട്ട്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. നിങ്ങൾ പറയുന്നതിലും ചെയ്യുന്നതിലൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. നിങ്ങൾ ഇത്ര ചീപ്പായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഇപ്പം എന്റേത് വന്നിട്ടുള്ളത് ഗർസോപ്പിന്റെതാണ്. ഞാൻ ഗർസോപ്പ് മാത്രമല്ല, ഞാൻ കുറെ പ്രൊഡക്റ്റുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെരുന്നുണകളുടെ മഹാരാജാവ്, ദി കിങ് ലയർ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ആരും ഈ വേ ബൈ കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്, എന്നിട്ട് അല്ലെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ നാളെ സൂര്യൻ ഉദിക്കില്ല എന്നോ, നാളെ തന്നെ നിങ്ങളെ തീർത്ത് കളയുന്നു ആരും പറയുന്നില്ല. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല, കള്ളെ കാട്ടുകളെ. മനസ്സിലായില്ലേ? ഇങ്ങനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇഫ് യു വോണ്ട് ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണോടാ മൃഗമേ. എനിക്ക് എന്റെ സ്കിന്ന് പിന്നെ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി ഇവിടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെയോ, ഞാൻ പൊതുവെ വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറിനെയാണ് എന്റെ സ്കിൻ ഞാൻ കാണിക്കുന്നുള്ളത്. താനൊക്കെ എപ്പോഴും ഈ നുണയം പറയുന്ന വിശ്വസിച്ച് നടക്കാല്ലേ? കഷ്ടം. പറയട നാട്ടുകാരോട്. ഞാൻ ഒരാളുടെയും വീഡിയോ കണ്ടിട്ട് പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഈ പണത്തിന് മീതെ പരുന്ത് പറക്കില്ല എന്നാണല്ലോ. പരുന്ത് പറക്കും. പരുന്ത് പറക്കുന്നതിന് താഴെ പണം വെച്ചാ മതി, പരുന്ത് പറക്കും. നിന്നെ ആർക്ക് വേണം? എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. നീ ഇവിടുന്ന് അങ്ങോട്ട് മാലുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരുപിടി അനുമോദനങ്ങൾക്കും സ്വീകരണങ്ങൾക്കുമൊക്കെ ഈ ചടങ്ങ് ഒരാരംഭമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാലുവിനെ നമുക്ക് യാത്രയാക്കാം.